How are you? ആരത്? Sorry, I'm Sanjay. അനുവിൻ്റെ ഹസ്ബൻഡാണ്. ശിവാനി എൻ്റെ മോളാ. ശിവാനിയെ ഞാൻ ഫസ്റ്റ് ടൈമാണ് കാണുന്നത്. ഹാപ്പി ബർത്ത്ഡേ ശിവാനി. അന്ന് തന്നെ ഗ്യാങ്സ്റ്റർ ഷൂട്ട് ചെയ്തപ്പോൾ ജീവൻ തിരിച്ചു കിട്ടുമെന്ന് വിചാരിച്ചതല്ല. എൻ്റെ ജീവൻ രക്ഷപ്പെട്ടതിലല്ല, നിന്നെ മോളെ എനിക്ക് തിരിച്ചു കിട്ടിയതാ എൻ്റെ റീബർത്ത്. എൻ്റെ അച്ഛനമ്മയും പോലും നിന്നെ കണ്ടെത്താനാവില്ലെന്നാണ് പറഞ്ഞത്. TV ന്യൂസിൽ നിന്നെ കണ്ടതിന് ശേഷമാണ് ജീവൻ തിരിച്ചു കിട്ടിയത്. ഐ ആം സോ ഹാപ്പി നൗ. നീ ആഗ്രഹിച്ചതുപോലെ ആസ് സൂൺ ആസ് പോസിബിൾ നമുക്ക് ലീഗലായിട്ട് മാരേജ് ചെയ്യാം. Shivani, this is a very, very special day for you because your dad is back. Enjoy the day. See you later. Sanjay, छोड़ुन जायगा दिन, जेते दिन एकटू जेते दिन, जायगा दिन. അനു, എന്താ സംഭവിച്ചത്? എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയില്ല. സഞ്ജയ് ആരോ ഷൂട്ട് ചെയ്തത്. അയ്യോ, छोड़ुन রাস্তার মাঝখানে দাঁড়াবেন না, এমার্জেন্সি করে দাঁড়ান. क्या कर रहे हो? कहाँ लेके जा रहे हो? এখানে তো যথেষ্ট ফ্যাসিলিটি নেই, সেই জন্য আমরা ওনাকে সিমার মেডিকেল সেন্টারে নিয়ে যাচ্ছি। এটা আইসিইউ অ্যাম্বুলেন্স, এখানে কেউ গালা করতে পারবো না। वाह, we follow them. Excuse me, a patient was brought from Sanjeevan Hospital. Do you know where's the operation theatre? Patient name? Sanjay Sharma. One sec, ma'am. Sorry, ma'am, there is no patients in this name. No, he was brought from Sanjeevan Hospital in your ambulance. No, ma'am, we haven't sent any ambulance from here. Are you sure? Yes, ma'am, please check it out with some other hospitals. സീമാ മെഡിക്കൽ സെന്റർ എന്നല്ലേ പറഞ്ഞ? വേറെ എങ്ങോട്ടായിരിക്കും കൊണ്ടുപോയിരിക്കുക? ഓക്കെ, നീ ടെൻഷൻ ആവണ്ട, വാ. এখানে অনুকে ভেতরে আসুন। പ്ലീസ് ബി സീറ്റഡ്. സഞ്ജയ് ശർമ്മ എത്ര നാളായിട്ട് അറിയാം? 1 വർഷമായിട്ട് അറിയാം സർ. ഞാനിവിടെ കൽക്കട്ട യൂണിവേഴ്സിറ്റിയിൽ PG ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് സഞ്ജയനെ മീറ്റ് ചെയ്തത്. അപ്പോൾ 1 വർഷം നിങ്ങൾ ഒരുമിച്ചായിരുന്നു, കല്യാണം കഴിക്കാതെ? യെസ് സർ, വി ആർ ലിവിംഗ് ടുഗെദർ. നിങ്ങളുടെ അച്ഛനും അമ്മയും എവിടെയാ? കാനഡയിലാ. നിങ്ങൾ സഞ്ജയിൻ്റെ പേരൻസിനെ കണ്ടിട്ടുണ്ടോ? ഞാൻ അവരെ കണ്ടിട്ടില്ല സർ. ബാംഗ്ലൂരിലാണ് ഉള്ളത്. ഇൻഫാക്ട് അവരെ മീറ്റ് ചെയ്ത് ഞങ്ങൾ കല്യാണം കഴിക്കാൻ പോകുമ്പോഴാണ് സഞ്ജയ്ക്ക് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്. നിങ്ങൾ മാരേജ് ചെയ്യാൻ പോകുന്നത് നിങ്ങളുടെ പേരൻസിനെ അറിയാമോ? ഇല്ല സർ. നിങ്ങൾ പേരൻസിനെ അറിയിക്കാതെ എന്തിനത്ര ധൃതിയിൽ മാരേജ് ഫിക്സ് ചെയ്തേ? അത് പിന്നെ യു ആർ പ്രഗ്നന്റ്. Alright? Yes, sir. ജസ്വന്ത് മൽഹോത്രയുടെ ഡോട്ടർ അല്ലേ? Yes, sir. Can you please wait outside? Okay. നീയും സഞ്ജയ് ചേർന്നല്ലേ ആ കുട്ടിയുടെ അച്ഛനെ കൊലപ്പെടുത്തിയത്? എന്നിട്ട് ഒന്നും അറിയാത്ത പോലെ അവരോട് ഫ്രണ്ട്ഷിപ്പ് തുടരുക. എന്തിനാ അത്? സർ, നിങ്ങൾ എന്തൊക്കെയാ പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. Shut up!
യു നോ എവറിത്തിങ്. സഞ്ജയ് ഷൂട്ട് ചെയ്തത് ആരാ? സഞ്ജയ് ഇപ്പൊ എവിടെയാ? നിനക്കെല്ലാം അറിയാം. ഡോണ്ട് പ്ലേ വിത്ത് us. എനിക്കൊന്നും അറിയില്ല സർ. എന്നെ ഒന്ന് വിശ്വസിക്കണം. സത്യമായിട്ട് എനിക്കൊന്നും അറിയില്ല. നിനക്കൊന്നും അറിയില്ലെന്ന് എനിക്കറിയാം. നീ വിചാരിക്കുന്ന പോലെ സഞ്ജയ് സാധാരണക്കാരനല്ല. ഈസ് എ പ്രൊഫഷണൽ കില്ലർ ആൻഡ് എ ഷാർപ്പ് ഷൂട്ടർ. നിന്റെ ഫ്രണ്ടിൻ്റെ അച്ഛൻ ജയസോമന്ത് മൽഹോത്ര ഇന്ത്യയിലെ വലിയ ജിയോളജിക്കൽ സയൻറ്റിസ്റ്റാ. ഇന്ത്യയിൽ എവിടെയൊക്കെ പ്ലൂട്ടോണിയം മൈൻസ് ഉണ്ടെന്ന് കണ്ടുപിടിച്ചിരുന്നു. അത് ഇന്ത്യക്ക് തന്നെ കിട്ടണമെന്ന ലക്ഷ്യത്തോടെ അത് സംരക്ഷിച്ചിരുന്നു. ഇതിൻ്റെ രേഖകൾ കളക്ട് ചെയ്യാൻ ചില വിദേശികൾ ഇന്ത്യയിലുള്ള ചില ക്രിമിനൽസിനെ വെച്ച് തട്ടിയെടുക്കാൻ ശ്രമിച്ചു. സഞ്ജയ് ആ സംഘത്തിൽ ഒരാളാ. സയൻറ്റിസ്റ്റ് ജസ്വന്ത് മൽഹോത്രയ്ക്ക് സുരക്ഷ കൂടുതലാ. അദ്ദേഹത്തിൻ്റെ മകളുടെ ഫ്രണ്ട് നീ എന്ന് മനസ്സിലാക്കിയിട്ടാ അവരുടെ വീടിനകത്ത് നുഴഞ്ഞു കയറാൻ വേണ്ടി നീയുമായിട്ട് പരിചയത്തിലായത്. ആ ഫംഗ്ഷൻ അവിടെ വന്നതും അദ്ദേഹത്തെ കൊല്ലാൻ വേണ്ടിയിട്ടാ. এই দাঁড়ান 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 দাঁড়ান, ওরা আমার বন্ধু, ওদের তল্লাশি নিতে হবে না। হাই আনু, কেমন আছিস? দিস ইজ সঞ্জয়। হাই, আসুন সঞ্জয়। এই ভিতরে চল। അന്നു മുതൽ ഞങ്ങൾ അവനെ ട്രേസ് ചെയ്തുകൊണ്ടിരിക്കുക. അവൻ്റെ പിന്നിൽ ആരൊക്കെ ഉണ്ടെന്ന് അറിയാൻ വേണ്ടിയാ അവനെ ഇതുവരെ പിടികൂടാതിരുന്നത്. ഇപ്പോൾ സഞ്ജയെ വെടിവെച്ചതും അവനെ തട്ടിക്കൊണ്ടുപോയതും ആ സംഘം തന്നെയായിരിക്കാം. ഞങ്ങളുടെ അന്വേഷണത്തിൽ മനസ്സിലായത് നീ വളരെ ഇന്നസെൻ്റ് ആണെന്നാ. അനു, ഞാൻ പറയുന്നത് കേൾക്ക്. നീ ഈ കൊൽക്കത്ത വിട്ട് പോകണം. നീ പോകുന്നത് നിന്റെ ഫ്രണ്ട് പോലും അറിയരുത്. അതാ നിനക്ക് ജനിക്കാൻ പോകുന്ന കുഞ്ഞിന് നല്ലത്. നീ നമ്മുടെ കേരളത്തിൽ ജനിച്ചതുകൊണ്ടാ ഈ ഹെൽപ്പ് ഞാൻ ചെയ്യുന്നത്. ജസ്റ്റ് ഗെറ്റ് ലോസ്റ്റ് ഫ്രം ഹിയർ. ഗോ അവേ. നിങ്ങളെ രണ്ടുപേരും ഒറ്റയ്ക്കൊക്കെ പോയ ക്രിമിനലിനെ ഓർത്ത് നീ പേടിക്കണ്ട. നീയും ശിവാനും ഒറ്റയ്ക്ക് ഇരിക്കുന്നിടത്തോളം കാലം പ്രശ്നമാണ്. ഞാൻ നിന്നെ ഹെൽപ്പ് ചെയ്യുകയാണെന്ന് വിചാരിക്കണ്ട. നീ എൻ്റെ മരുമകളായിട്ട് വരിക എന്നുള്ളത് എൻ്റെ ഒരു വലിയ ആഗ്രഹമാണ്. എൻ്റെ മകനൊരു ഭാര്യയെ കിട്ടുക എന്നുള്ളതിലുപരി എൻ്റെ കൊച്ചുമോനൊരു അമ്മയാണ് വേണ്ടത്. അതല്ല അങ്കിൾ, ഇനിയൊരു കല്യാണം എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല. ഇപ്പോ ശിവാനിയും അവളുടെ ഫ്യൂച്ചറും മാത്രമേ എൻ്റെ മനസ്സിലുള്ളൂ. അതിനു വേണ്ടി തന്നെയാണ് ഞാൻ പറയുന്നത്. നിൻ്റെ മോളുടെ ഫ്യൂച്ചർ നന്നാവണമെങ്കിൽ നിങ്ങൾ രണ്ടുപേരും കല്യാണം കഴിക്കണം. ഭാസ്കറിന് ശിവാനിന്ന് വെച്ചാൽ ജീവനാ. അതെനിക്കറിയാം അങ്കിൾ. എന്നാലും ഇതൊന്നും ശരിയാവില്ല. I'm sorry. അയ്യോ അങ്കിൾ, ഞാൻ അങ്കിളിനെ ഹേർട്ട് ചെയ്യാൻ വേണ്ടി പറഞ്ഞതല്ല ഇതൊന്നും. എൻ്റെ ലൈഫിൽ ഇനി ഒരു കല്യാണം വേണ്ട. സോറി അങ്കിൾ. നോ ഇറ്റ്സ് ഓക്കെ. ഞാൻ ഇതിൽ കൂടുതൽ കമ്പൽ ചെയ്യുന്നില്ല. ഞാനാ മമ്മി മുത്തശ്ശനെ കമ്പൽ ചെയ്ത് വിളിച്ചുകൊണ്ട് വന്നേ. എനിക്കും മമ്മി ഒരുപാട് ഇഷ്ടമാണ്. അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്തത്. അതും മമ്മിയെ ഇത്ര ഹേർട്ട് ചെയ്യുമെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഇങ്ങനെ ചെയ്യില്ലായിരുന്നു. ഐ ആം സോറി മമ്മി. ഐ ആം റിയലി സോറി.
ഓക്കെ പറഞ്ഞു. അച്ഛനോട് സംസാരിക്കണമെന്നാ പറഞ്ഞേക്കണേ. നാളെ ഞാനും അമ്മയും അച്ഛനെ കാണാൻ ഷോപ്പിലേക്ക് പോവാ. സൂപ്പർ, വാ മുത്തശ്ശനോട് പറയാം. ഗുഡ് മോർണിംഗ് സാർ. ഗുഡ് മോർണിംഗ്. ഹലോ. ആ അച്ഛനോട് സംസാരിക്കണമെന്ന്. ഞങ്ങൾ രണ്ടുപേരും ഷോപ്പിലേക്ക് ആ ഓക്കെ, ബ്യൂട്ടിഫുൾ. ഞാൻ റൂമിൽ വെയിറ്റ് ചെയ്തോളാം. വേണ്ടപ്പെട്ട ഒരു ഗസ്റ്റ് വരുന്നുണ്ട്, ആരെ അകത്തേക്ക് വിടരുത്. ഓക്കെ മുതലാളി. എടാ ഷട്ടർ ക്ലോസ് ചെയ്യാൻ പറ. ഏയ് ഷട്ടർ ക്ലോസ് ചെയ്യ്, ഷട്ടർ ക്ലോസ് ചെയ്യ്. ഷട്ടർ എന്തിനാ ക്ലോസ് ചെയ്യുന്നത്? ആരെയും അകത്തേക്ക് വിടേണ്ടത് മുതലാളിയിലെ പറഞ്ഞു. ഓഫീസ് റൂമിന്റെ കാര്യം പറഞ്ഞു, കടയല്ല. ഷട്ടർ ഓപ്പൺ ചെയ്യാൻ പറ. ഏയ് ഷട്ടർ ഓപ്പൺ, ഷട്ടർ ഓപ്പൺ. ഓഫീസ് പൂട്ടാൻ പറ. ഞാൻ പിന്നെ എങ്ങനെ അകത്തേക്ക് പോകും? അതല്ല, നിങ്ങൾ എങ്ങനെ അകത്ത് കയറും? ഓഫീസ് ഓപ്പൺ. അപ്പൊ ഷട്ടർ ചെരുപ്പൂരി അടിക്കും. പറഞ്ഞേക്കാം അങ്ങോട്ട്. ഗുഡ് മോർണിംഗ് മുതലാളി. ഗുഡ് മോർണിംഗ്. ഇരിക്കിരിക്കെ, എന്തിനാ എഴുന്നേറ്റിരിക്കുന്നത്? നിങ്ങൾക്ക് എത്ര പ്രായമുണ്ട്? അതന്നെ, ഈ പ്രായത്തില് കാർന്നോരെ ഇതിന് ഡ്രസ് ഇടിപ്പിക്കാൻ നിങ്ങൾക്ക് നാണമില്ലേ? ഇത് ബൊമ്മയാണ്. ബൊമ്മയായിട്ട് തന്നെ ഇങ്ങനെ. എക്സ്ക്യൂസ് മീ, അത് മിസ്റ്റർ ഭാസ്കർ അല്ലേ? അതെ, അങ്ങനെ അയാളെന്താ ഇവിടെ? എവിടെയുണ്ട്? അദ്ദേഹമാണ് ഈ കടയുടെ ഓണർ. ഓ, ഹലോ. മുതലാളി, നിങ്ങളെ കാണാനൊരു മാഡം വന്നിട്ടുണ്ട്. ആ അവർക്ക് വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്യുന്നത്. മുകളിലേക്ക് വരാൻ പറ. ഗസ്റ്റ് വന്നിട്ടുണ്ട്, ആരെ അകത്തേക്ക് എടുത്തു വിടരുത്. പറഞ്ഞല്ലോ, ഇനി ഒറ്റ ഒരുത്തനെ അകത്തേക്ക് വിടില്ല. ഇതാണോ മാനോറസും മുളക് എന്നൊക്കെ പറഞ്ഞത്? എക്സ്ക്യൂസ് ഓ യെസ്, കമ്മിങ് കമ്മിങ്. ഓ ഇവിടെ ഉണ്ടല്ലേ, വരൂ. മിസ്റ്റർ ഭാസ്കർ. ഭാസ്കർ സാർ അകത്ത് നിങ്ങൾക്ക് വേണ്ടി സിറ്റിംഗ്. യു ആർ അവർ വെയിറ്റിംഗ്. ഓക്കേ, ഹലോ യെസ്. ഭാസ്കർ, നിങ്ങളെന്താ ഇവിടെ? ഷോപ്പിങ്ങിന് വന്നു. ഇത് നിങ്ങളുടെ ഷോപ്പിംഗ് മനസ്സിലായി. താങ്ക്സ് പറയാന്ന് വെച്ചു. താങ്ക്സ്. എന്തിന്? സിദ്ധാർത്ഥിന്റെ എന്റെ മാരേജ് ഫിക്സ് ചെയ്തു. അതൊക്കെ നിങ്ങൾ കാരണമാണ്. വളരെ നന്ദി. ഇപ്പൊ ആരകത്തേക്ക് വിടണ്ടാന്ന് മോനാളി സ്ട്രിക്റ്റ് ആയിട്ട് പറഞ്ഞേക്കാ. ഷട്ടർ താത്താൻ പറഞ്ഞു. വേണ്ട മോനാളി, ഞാൻ നോക്കളാന്ന് പറഞ്ഞു. രഹസ്യ മീറ്റിംഗ് അല്ലേ? Very kind of you. Thank you. Thank you, Bhaskar. Thank you so much. ഞാൻ വാ ശിവാനി. ശിവാനി വാ. ഒരു ടിക്കറ്റ് 2 സിനിമ. ഇവരെപ്പോഴകത്ത് പോയ? ഇവരല്ലേ ഗസ്റ്റ്? എടാ, ഇവരെപ്പോഴകത്ത് പോയേ? കല്യാണി അല്ല അനു. എന്താ മോനാളി ഒരേ സമയം രണ്ടുപേരെ വിളിച്ച് കൺഫ്യൂഷൻ?